നമുക്കിന്നൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാം. എന്തിനു വേണ്ടിയുള്ളതാണെന്നുള്ളതൊരു സീക്രട്ടാണ്. അപ്പോൾ നോട്ട്ബുക്കിൽ പേജ് ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തോളൂ. അതിൻ്റെ അറ്റ ഇങ്ങനെ കത്രിക ഉപയോഗിച്ച് ഷേപ്പും എൻ്റെ മനസ്സ് പറഞ്ഞ് ഡിസൈനർ കത്രിക ഉണ്ടല്ലോ, ഡിസൈൻ ചെയ്തോളൂ. അപ്പോൾ അതും വെച്ച് ഞാൻ 3 വശവും കട്ട് ചെയ്ത് നടുകേന്ന് കുറച്ച് മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് വരയും വെച്ച് മടക്കി ഉള്ളോട്ട്, അതും തുറന്ന് ഉള്ളോട്ടൊന്ന് മടക്കി വെക്കുന്നുണ്ട്. സംഭവം ഞാൻ പറയുമ്പോൾ അത്ര പിടികിട്ടിയില്ലെങ്കിലും കാണുമ്പോൾ പിടികിട്ടുന്നുണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ആവശ്യമാണ്. അതുകൊണ്ട് ഇതുപോലെ സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഫ്ലവേഴ്സ് വരച്ച് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടി ഈ വീഡിയോ കാണുന്നവരെയും ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു ബ്രൗൺ പേപ്പർ എടുത്തിട്ടുണ്ട്. ബ്രൗൺ പേപ്പർ വേണമെന്നില്ല, കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും അതും നല്ലതാണ്, കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ. അപ്പം ബ്രൗൺ പേപ്പറിൽ ഞാൻ ഈ പേപ്പർ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനും കുറച്ച് ഡിസൈൻ കൊടുക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ കത്രികേനെ കൊണ്ട് കോർണർ ഒന്ന് കട്ട് ചെയ്ത്. പക്ഷേ സംഭവം ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് 3 വശവും കട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ 3 വശവും കട്ട് ചെയ്തെടുത്തപ്പോൾ കാർഡിൻ്റെ രൂപം ഇതാണ്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒരു മിനിമൽ ലുക്കിലുള്ള ഡിസൈനും കൂട്ടി ഒട്ടിച്ച് കൊടുത്താൽ സംഭവം റെഡി. ഇനി നമുക്കതിൽ വിഷയം എഴുതാം. ഇതാണ് വിഷയം. സംഭവം മനസ്സിലേക്ക് കാണുമല്ലോ. അപ്പം നാളെ ലേബേഴ്സ് ഡേ അല്ലേ. അപ്പോൾ ഇത് കാണുന്ന എല്ലാ ലേബേഴ്സിനും എൻ്റെ ലേബേഴ്സ് ഡേ ആശംസകൾ. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ആർക്കെങ്കിലും ഒന്ന് സമ്മാനിക്കാൻ തോന്നുകയാണെങ്കിൽ ഇതേപോലെ ഒന്നാക്കി സമ്മാനിച്ച് നോക്കുക. അവർ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഹാപ്പി ആവും. അപ്പോൾ എൻ്റെ ഈ കാർഡും വിഷും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.